നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം അടച്ചുകൊണ്ട് നമ്മുടെ കർത്താവാൻ ദൈവത്തിനൊരു നിമിഷം നന്ദി പറയാം. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പ്രഭാതം നാം ഇവർക്കുമായി നൽകി തന്ന ആ ദൈവത്തിൻ്റെ നല്ല ഉദ്ദേശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടതിന് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ അല്പനേരത്തെ ദൈവികമായ സാന്നിധ്യത്തിൽ നമുക്ക് പങ്കുചേരാം. ദോഷമായിട്ടുന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടുന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷത്തിനായി നമ്മുടെ ദൈവം നമ്മളോടൊന്നും ചെയ്യാറില്ല. അതിവേഗത്തിൽ തന്നെ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്ന ഒരു നല്ല ദൈവിക സന്ദേശത്തിലേക്ക് നമ്മുടെ ഏവരുടെ ശ്രദ്ധയെന്ന് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യം, ഒരു കഥയെക്കുറിച്ച് നമുക്കറിയാം. അതിൽ കൂടെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അനേക വ്യക്തി ജീവിതങ്ങളോട് ആത്മശക്തിയോടുകൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെ സംസാരിക്കുന്നു. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ത്ഫഗയിലും ബഥേനയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരെ 2 പേരെ അയച്ചവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിൽ, ഈ വചനത്തിൽ കൂടെ ദൈവാത്മാവ് ഒരു വലിയ ദൈവിക സന്ദേശം, വലിയ ദൈവിക മർമ്മം, സ്വർഗീയ മർമ്മം നമ്മളോട് ഇന്ന് ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനേക നാളുകൾ കൊണ്ട് ദൈവാത്മാവിൽ ഞാൻ ഈ വചനത്തെ ആസ്പദമാക്കി ചില വ്യക്തികളോട് സംസാരിക്കുകയാണ്. അനേക നാളുകൾ കൊണ്ട് ഒരേ അവസ്ഥയിൽ കെട്ടപ്പെട്ട് ഒരു മാറ്റവും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ, ഒരു വളർച്ചയും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ, ഒരു പുതുമയും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ, ഒന്നും പുതുതായി അനുഭവിക്കുവാൻ കഴിയാതെ നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ മനുഷ്യർ വിലയിരുത്തി, ലോകർ വിലയിരുത്തി, നമ്മുടെ ബന്ധുമിത്രാദികൾ വിലയിരുത്തി നമുക്കൊരു ലേബൽ വരെ അവർ എഴുതി ചേർത്തു. ഇനി ഒരു കാരണവശാലും ഒരു മാറ്റമില്ല എന്ന്. ഒരു പക്ഷെങ്കിൽ ഈ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതക്കുട്ടിയുടെ ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളിലും ഒരു പക്ഷെ മറ്റുള്ള കഴുതക്കുട്ടികൾ ഉണ്ടായിരിക്കാം. ആ കഴുതക്കുട്ടികളുടെ പോക്കും വരവും ഉയർച്ചയും താഴ്ചയും സകലതും എല്ലാ ദിവസവും കാണുമ്പോഴും തൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഈ കഴുതക്കുട്ടിക്ക് ഒരു പ്രതീക്ഷയുമില്ല. തൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഈ സ്ഥലത്തുനിന്നൊരു മാറ്റം ഉണ്ടാകും, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും, എനിക്കും ഒരു ആദരവ് ലഭിക്കും, എനിക്കും ഒരു സ്ഥാനം ലഭിക്കും, എനിക്കും ദൈവത്തിൻ്റെ പക്കൽ നിന്നും ഒരു ദയ ലഭിക്കും എന്നൊരു തോന്നലും പ്രതീക്ഷയുമില്ലാതെ സകല പ്രതീക്ഷയും അസ്തമിച്ച് കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധിയാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നെ അഴിച്ച്, നിന്നെ സ്വതന്ത്രമാക്കി, നിന്നെ മാനിക്കുന്ന ദിവസം ഇനി അധികം ദൂരമല്ല. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ജനത്തിന്റെ സകല കടിഞ്ഞൂലുകളും ദൈവത്തിന് വേണ്ടി അത് അർപ്പിതമായിരിക്കണം. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ മാത്രം ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. അങ്ങനെയെങ്കിൽ ഈ ആട്ടിൻകുട്ടിയെ വീണ്ടെടുക്കാനോ ആരുമില്ലാതെ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയുവാൻ വേണ്ടി നിയമിക്കപ്പെട്ട് ആർക്ക്
ആർക്കും വേണ്ടാത്ത, ആരും ഇതുവരെ പോലും ഒരവസരവും കൊടുക്കാതെ, ആരും ഇതുവരെ പോലും ഒന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാതെ തള്ളപ്പെട്ടവരായി കെട്ടപ്പെട്ടവരായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ചിലതിനെ ഞാൻ അഴിച്ച് അനേകരുടെ നടുവിൽ കൊണ്ടു നിർത്തി അവർ ഹോസന്ന പാടുന്ന നിമിഷങ്ങൾ ഇനി ദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ട് വാഗ്ദത്ത പ്രവൃത്തിക്ക് വേണ്ടി വീണ്ടും നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നമ്മുടെ ബന്ധനങ്ങളെ, നുഖങ്ങളെ എല്ലാം പൊട്ടിച്ചഴിച്ച് സ്വതന്ത്രമാക്കുവാൻ പോകുന്ന കൃപയ്ക്കായി, ആ ദൈവിക ദയക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.